ഇന്ത്യ എന്ന് എഴുതിയിരിക്കുന്ന ഒരു വിമാനം നിയന്ത്രണം വിട്ട് താഴേക്ക് വന്ന് പതിക്കുകയും 75% കത്തിത്തകർന്ന് നശിച്ചു കിടക്കുന്ന ഒരു കാഴ്ച എന്റെ പ്രാർത്ഥന മുറിയിൽ ഞാൻ കണ്ടു. കാരണങ്ങൾ പറയാനില്ലാതെ തുടർച്ചയായ വിമാനാപകടങ്ങൾ ഉണ്ടാകുകയും പറന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു വിമാനത്തിന്റെ രാജ്യത്തെ നടുക്കിയ അഹമ്മദാബാദിൽ വൻ വിമാന ദുരന്തം. എയർ ഇന്ത്യ വിമാനം തകർന്ന് മലയാളി അടക്കം 242 യാത്രക്കാരും മരിച്ചു. അഹമ്മദാബാദ് ലണ്ടൻ വിമാനം പറന്ന ഉടൻ എയർപോർട്ടിന് സമീപം കെട്ടിടത്തിന് മുകളിലേക്കാണ് തകർന്നു വീണത്. വിമാനം തകർന്നു വീണ BJ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിലെ 5 വിദ്യാർത്ഥികളും മരിച്ചു. എയർ ഇന്ത്യയുടെ ബോയിങ് 787 ഡ്രീം ലൈനർ എയർക്രാഫ്റ്റാണ് അപകടത്തിൽപ്പെട്ടത്. അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ലണ്ടനിലെ ഗ്യാറ്റ്വിക് എയർപോർട്ടിലേക്ക് ആണ് ഈ വിമാനം പോകാൻ ടേക്ക് ഓഫ് ചെയ്തത്. ആ റെസിഡൻഷ്യൽ ഏരിയയിൽ എന്തുകൊണ്ടാണ് ഈ വിമാനം തകർന്നു വീണത് എന്ന കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പൈലറ്റുമാരായിരുന്നു. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം എന്തായിരുന്നു സംഭവിച്ചത്? ഒരു അപായ സൂചന തൊട്ട് മുൻപ് തന്നെ സിഗ്നലായി എത്തിയിരുന്നു എന്നുകൂടി അറിയാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയം, എയർപോർട്ടിലെ സ്ഥിതിഗതികൾ അഗ്നിശമന സേനാ വിഭാഗങ്ങൾ തീ അണയ്ക്കാൻ, കാരണം പൂർണ്ണമായും ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ ഈ വിമാനത്തിന്റെ ഈ ഫ്ലൈറ്റിന്റെ ഏകദേശം 3/4 ഭാഗവും കത്തി അമർന്നിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ 30 സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ വലിയൊരു ശബ്ദം വിമാനത്തിൽ കേട്ടെന്നും അതിനുശേഷം വിമാനം തകർന്നു എന്നുള്ളൊരു കാര്യം മനസ്സിലായി. കാര്യം വിമാനം താഴേക്ക് വീഴുമ്പോൾ തന്നെ നാം കാണുന്നതാണ് അഗ്നിഗോളമായി തന്നെയാണ് ഉയരുന്നത്. വലിയ പുക പടലങ്ങളാണ് ഉയരുന്നത്. പക്ഷെ ഒരു കാരണവശാലും ഒരാൾക്ക് പോലും ഒരു അതിജീവനത്തിന് സാധ്യതയില്ലാത്ത തരത്തിലുള്ള ഒരു വിമാനത്തിന്റെ ഒരു തകർച്ചയാണ് 650 അടി ഉയരത്തിൽ നിന്നും ഈ ഹോസ്റ്റലിലേക്ക് വീണത്. പക്ഷേ ആ കാലം കരുതി വെച്ചതുപോലെ തന്നെ രമേശ് കുമാറിനെ അദ്ദേഹം 11A സീറ്റിൽ ഉണ്ടായിരുന്നതാണ്. അദ്ദേഹം എമർജൻസി എക്സിറ്റിലൂടെ രക്ഷപ്പെടുകയായിരുന്നു. അങ്ങനെ രക്ഷപ്പെട്ടു വന്ന് അദ്ദേഹം ലോകത്തോട് ആ സത്യം വിളിച്ചു പറയുകയാണ്. കേവലം ഔദ്യോഗികമായ സ്ഥിരീകരണം, ഇതിന്റെ സാങ്കേതിക തകരാറ്, എന്തുകൊണ്ടാണ് ഈ വിമാനം തകർന്നു വീണത് എന്ന കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പൈലറ്റുമാരായിരുന്നു. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം എന്തായിരുന്നു സംഭവിച്ചത്? ഒരു അപായ സൂചന തൊട്ട് മുൻപ് തന്നെ സിഗ്നലായി എത്തിയിരുന്നു എന്നുകൂടി അറിയാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ സ്ഥിതിഗതി